السلام عليكم ورحمة الله وبركاته. الحمد لله الذي وفقنا أن نكون من أمة محمد صلى الله عليه وسلم والصلاة والسلام على من أرسله الله تعالى بركة ونعمة علينا وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികളെ, തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗമനാകാനിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രവാചക ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന, അവിടുന്ന് നമ്മെ പഠിപ്പിച്ച, നമുക്ക് മാതൃകയാക്കാൻ വേണ്ടി അവിടുന്ന് നമുക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ച അവിടുത്തെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റ് നിന്നിരിക്കുന്ന ഉദ്ദേശം. ആദ്യമായി ഇതിനെനിക്ക് തൗഫീക്ക് നൽകിയ നാഥനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാനപ്പെട്ടവരെ, പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമവും അവിടുത്തെ തിരിച്ചറിയും അവിടുത്തെ പ്രവർത്തികളും അവിടുത്തെ വാക്കുകളും അനുസരിച്ചുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമുദായം ഇന്നിവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്നിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടരുമെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളുടെയും ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. നമുക്കറിയാം, 1400 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആനിലോ അവിടുന്ന് കാണിച്ചു തന്ന ഒരു തിരുചര്യയിലോ ഇന്നേ വരെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല എങ്കിൽ എത്രത്തോളം ഈ സമുദായത്തിന് ആപ്റ്റായിട്ടുള്ള, ഈ സമുദായത്തിന് യോഗ്യമായിട്ടുള്ള ജീവിതമാണ് അവിടുന്ന് അന്ന് നയിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും, അല്ലെങ്കിൽ ഏതൊരു യുവാവിനും, അല്ലെങ്കിൽ ഏതൊരു വൃദ്ധനും, ആർക്കായാലും തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും കാലങ്ങളിലും മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവിടുത്തെ തിരുജീവിതം. കരുണയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധതന്ത്രങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിട്ടുവീഴ്ചകളോ ഏതൊരു വിഷയം എടുക്കുകയാണെങ്കിലും അങ്ങേ അറ്റമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നബിയുടെ കരുണയെ പറ്റി നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, ബദർ യുദ്ധ സമയത്ത് മുസ്ലിങ്ങൾ കെട്ടിപ്പൊക്കിയ ഹൗലിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന ശത്രു, അവിടെ നിന്ന് ഇങ്ങോട്ട് കുതിച്ചു വരുന്ന ശത്രുവിനെ നോക്കിക്കൊണ്ട് സഹാബാക്കൾ വാളെടുത്ത് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട, ആ വരുന്ന ശത്രു അവൻ ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുവാണ് എങ്കിലും ഞാൻ തായ്വരയുടെ പർവ്വതത്തിൻ്റെ തായ്വരകളിൽ പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആടുകൾ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് അത്രത്തോളം ഞാൻ പ്രയാസപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് ഭക്ഷണം കൊണ്ടുതന്നവനായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദ്ർ യുദ്ധ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയുടെ കരുണയുടെ അങ്ങേ അറ്റം എത്രയാണെന്ന് നമുക്കൊന്നും അളക്കാവുന്നതിലും അപ്പുറമാണ്. അതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുത്തു. സഹാബാക്കളുടെ ഓരോ തീരുമാനങ്ങളിലും നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധീരന്മാരുടെ വാളുകൾക്ക് പല സമയങ്ങളിലായി കടിഞ്ഞാനിട്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു തിരുജീവിതത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്ത് പല വിധത്തിലും പലരും തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇന്നും തകരാതെ നിൽക്കാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്.
നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന വിഷയമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചിട്ടുള്ള വിവാഹങ്ങൾ, അല്ലെങ്കിൽ നബിയുടെ വിവാഹത്തിൻ്റെ എണ്ണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീകളോട് കൂടുതലായി ഭ്രമമുള്ള, അല്ലെങ്കിൽ സ്ത്രീകളോട് കൂടുതലായി ആഗ്രഹമുള്ള ഒരാളെന്ന രീതിയിൽ വളരെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്നത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വിവാഹങ്ങൾക്കും നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചത്, അതായത് ഏറ്റവും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ തൻ്റെ നല്ല പ്രായത്തിൽ നബി വിവാഹം കഴിച്ചത് ഒരേ ഒരു സ്ത്രീയെ മാത്രമാണ്. ബാക്കിയുള്ളവരെയെല്ലാം പലരെയും വാർദ്ധക്യ സമയത്തും അല്ലെങ്കിൽ പലരെയും അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു താണാകാൻ വേണ്ടി, തണലാകാൻ വേണ്ടിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വിവാഹങ്ങളും നടത്തിയത്. അല്ലെങ്കിൽ അനിവാര്യ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് പകരം തൻ്റെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ കാര്യങ്ങളും, തിരുചര്യകൾ നമുക്കറിയാം. ഇന്ന് ശാസ്ത്രലോകം ഓരോന്നായി എണ്ണിക്കൊണ്ട് ഇത് വാസ്തവമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും വ്യക്തമായ തെളിവുകളോടുകൂടി നമുക്ക് മുമ്പിൽ നിരത്തി വെച്ചു തരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയും നമുക്ക് തിരിച്ചറിയാൻ നേരമായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഓരോ പാഠങ്ങളുടെയും അർത്ഥവ്യാപ്തി ഇനിയും നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. നമുക്കറിയാം തിരുസുന്നത്തുകളുടെ ഓരോന്നിൻ്റെയും വ്യക്തമായ ശാസ്ത്ര പിന്തുണകൾ, അല്ലെങ്കിൽ ഓരോ സുന്നത്തുകൾക്കും ഓരോ അടിസ്ഥാനമുണ്ട് എന്ന രീതിയിൽ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദൂതരാണ്. അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരു ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ പോലും നമുക്കെല്ലാവർക്കും പാഠമാക്കേണ്ടതാണ് എന്ന് ശാസ്ത്രലോകം പോലും എന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും, അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം താറടിക്കാൻ നോക്കുന്നതുമായ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ പാഠം എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ഓരോ കാര്യങ്ങളുടെയും വാസ്തവം എന്താണെന്ന് തിരിച്ചറിയൽ നമ്മുടെ മേൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ജന്മദിനങ്ങൾ വരുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട തിരുചര്യകൾ, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നബിയുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മേൽ അല്ലാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ അവിടത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ നമുക്കെല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുറുകെ പിടിച്ച് ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകരുടെ ഉമ്മത്ത് എന്ന അഭിമാനത്തോടെ എണീറ്റ് എന്ന് പറയാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.